ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫ കൊല്ലപ്പെട്ട കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി പിടിയിൽ. പുത്തൻകടപ്പുറം സ്വദേശി അൻസാറിനെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടിച്ചത്. അതേസമയം അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ചാവക്കാട് സിഐ അബ്ദുൽ ഗഫ് മുനീറിനെ സ്ഥലം മാറ്റി. ഹനീഫ വധക്കേസിലെ മൂന്നാം പ്രതി അൻസാർ ഇന്ന് കാലത്ത് പുത്തൻകടപ്പുറത്തുള്ള ബന്ധുവീട്ടിൽ എത്തിയതായിരുന്നു. കൊല്ലപ്പെട്ട ഹനീഫയുടെ ബന്ധുക്കൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് അൻസാറിനെ പിടികൂടിയത്. നേരത്തെ ഒന്നാം പ്രതി ഷമീർ പോലീസിലും മറ്റൊരു പ്രതിയായ അഫ്സൽ കോടതിയിലും കീഴടങ്ങിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഷാഫി, സച്ചിൻ, ഫസലു എന്നിവരാണ് ഇനി പിടിയിലാവാനുള്ള പ്രധാന പ്രതികൾ. അതേസമയം അന്വേഷണ സംഘത്തിൽപ്പെട്ട ചാവക്കാട് സിഐ അബ്ദുൽ മുനീറിനെ സ്ഥലം മാറ്റി. ഹനീഫയുടെ കുടുംബവും എ ഗ്രൂപ്പും അബ്ദുൽ മുനീറിനെതിരെ നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഹനീഫ കൊല്ലപ്പെടുന്നതിന് ഒരു മാസം മുമ്പ് ബന്ധുവും KSU നിയോജകമണ്ഡലം പ്രസിഡന്റുമായ സാറൂഖിന് വെട്ടേറ്റിരുന്നു. വെട്ടേറ്റ സാറൂഖിനെ കേസിൽ പ്രതി ചേർത്തത് ഐ ഗ്രൂപ്പിനെ സഹായിക്കാനാണെന്നും ഹനീഫ വധക്കേസ് CA അന്വേഷിച്ചാൽ നീതി ലഭിക്കില്ലെന്നുമായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റമെന്നാണ് സൂചന. അതിനിടെ ഹനീഫ വധവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി എന്നിവർ മന്ത്രി CN ബാലകൃഷ്ണനുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി. DCCയെ ബഹിഷ്കരിക്കുന്ന സമീപനമുണ്ടായാൽ ശക്തമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് VM സുധീരൻ മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്നാണ് താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഐ ഗ്രൂപ്പ് ധാരണയായത്. സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.